അമ്മേനെ കൂട്ടിട്ടൊക്കെയാണ് വ്ളോഗ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അമ്മേനെ ഞാൻ ഒരു വ്ളോഗില് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ഞാനും അമ്മയും കൂടി വന്നിട്ടുള്ളത്. നമ്മള് കർക്കിടക മാസമൊക്കെ തുടങ്ങി കഴിഞ്ഞു. കർക്കിടക മാസത്തിൽ നമുക്കറിയാം നമ്മളെല്ലാരും രാമായണമൊക്കെ വായിക്കും. അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അപ്പൊ അമ്മ, എന്താണ് ഈ കർക്കിടക മാസത്തിന്റെ എന്തിനാണ് നമ്മൾ രാമായണം വായിക്കുന്നത്? കർക്കിടക മാസം എന്ന് പറഞ്ഞാല് ഞാൻ ജനിച്ചപ്പോ മുതലേ കർക്കിടക മാസം ഒരു പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കർക്കിടക മാസം പഞ്ഞമാസം എന്ന് വെച്ചാല് ഒന്നുമില്ലാത്ത, അതായത് എന്ന് പറഞ്ഞാല് ജോലിക്കൊക്കെ അന്നൊക്കെ ഒരുപാട് ജോലിക്കാരൊന്നും ഇല്ലല്ലോ, എല്ലാം നിത്യമായി ഡെയിലി വർക്കിന് പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോ കർക്കിടക മാസത്തിലാണ് നല്ല ഇടി മഴയൊക്കെ ഉണ്ടാവുക. ഇടി മഴയൊക്കെ വരുന്ന സമയത്ത് ഈ കർക്കിടക മാസത്തിൽ ആരും ജോലി ഉണ്ടാവില്ല, പണി ഉണ്ടാവില്ല, വയലിൽ അങ്ങനെയുള്ള പണികൾ, അങ്ങനെയുള്ളവർക്കൊന്നും പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ മൊത്തം ദാരിദ്ര്യമായിരിക്കും, അവരുടെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് രാ എന്ന് മായണം എന്ന് പറഞ്ഞാൽ രാ എന്നുള്ള അത് മാഞ്ഞ് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണം വായിക്കുന്നത്. ഈ രാമായണം വായിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതായത് ഇങ്ങനെ ഇന്ന ദിവസം ഇത്ര വായിക്കണം, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കർക്കിടക മാസം, അതായത് രാമായണത്തിന് പിന്നെ 6 കാണ്ഡങ്ങളുള്ളത്. ആ ഓരോരോ കാണ്ഡങ്ങൾ വായിക്കാനായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ അത് തീർക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതി ഇപ്പൊ രാമായണം വായിക്കാൻ ആരംഭിച്ചാൽ അത് 31-നുള്ളിൽ തീർത്തിരിക്കണം. അപ്പൊ ആ കാണ്ഡങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത്ര ദിവസം അത് പാടുള്ളൂ. പ്രത്യേക സമയമുണ്ട്, അതായത് രാവിലെ വൈകുന്നേരം അങ്ങനെ സമയമൊന്നുമില്ല. രാമായണം ഏത് സമയത്ത് വേണമെങ്കിലും വായിക്കാം. പക്ഷെ നമ്മള് രാവിലെ വൈകുന്നേരമാണ് സാധാരണ വിളക്ക് വെച്ചിട്ട് നമ്മൾ വായിക്കുന്നത്. അല്ലാത്തപ്പോ നമുക്ക് വെറുതെ ഇങ്ങനെ തീർക്കണമല്ലോ, ഒരു മാസം കൊണ്ട് നമുക്കത് തീർക്കണമല്ലോ. അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സങ്കല്പം. നമ്മുടെ വീട്ടില് ഈ കർക്കിടക മാസത്തില് അമ്മ എപ്പോഴും ഈ ഔഷധ കഞ്ഞി വെക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ എനിക്കറിയില്ല അത് എന്തിനാണ് അമ്മ ഉണ്ടാക്കുന്നത്. എല്ലാ കർക്കിടക മാസം അമ്മ ഔഷധ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ ഈ ഔഷധ കഞ്ഞി, എന്താണ് അതിന്റെ ഒരു പതിവ്? എന്തുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ മാത്രമേ അമ്മ ഒരു ഔഷധ കഞ്ഞിയായിട്ട് ഒരു പതിവ് പോലെ ആ കർക്കിടക മാസത്തിലാണ് ഞാൻ കാണാറ്, ഞാൻ കുടിക്കാറുള്ളത്. അപ്പൊ എന്തിനാണ് ആ കഞ്ഞിയൊക്കെ വെച്ച് തന്നതുകൊണ്ടാണ് ഇത്ര ആരോഗ്യവതിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടില് ഇപ്പൊ ഒരു ഭക്ഷണം അരി വാങ്ങാനുള്ള പൈസ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത്. പഞ്ഞമാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് നമ്മുടെ വളപ്പിലുള്ള വീട്ടുപറമ്പിലുള്ള ഔഷധ ചെടികളെല്ലാം പറിച്ച് കുറച്ച് അരിയൊക്കെ ഉണ്ടാവും, അതിൽ കുറച്ച് അരിയും ഈ ഔഷധ സസ്യങ്ങളും എല്ലാം ഇട്ട് തിളപ്പിച്ച് വേവിച്ച് കഞ്ഞിയാക്കിയിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് കുടിക്കാറുള്ളത്. അത് പറഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് ഭക്ഷണത്തിനുള്ള പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഔഷധ കഞ്ഞി കുടിക്കുന്നത്. ആ മാസം എന്ന് പറഞ്ഞാൽ ഈ പനി അന്ന് ആ മാസത്തിലായിരിക്കും കൂടുതൽ പേർക്ക് അസുഖം വരുന്നത്. പ്രാതിയും വ്യാധി നിറഞ്ഞ ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഔഷധ സസ്യങ്ങളൊന്നും കാണാനില്ല. ഇപ്പൊ നമ്മളൊരു പായ്ക്ക് വാങ്ങുകയാണ്, ഓരോ ഷോപ്പിൽ പോയിട്ട് ഔഷധ പിന്നെ ഈ ഓരോ സസ്യങ്ങളും ഈ ഓരോ പൊടികളൊക്കെ വെക്കുന്ന അവിടെ നിന്ന് ഇത് വാങ്ങിയിട്ടാണ് ഇപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നത്. പക്ഷെ നാട്ടിൽ ഇതൊന്നും ഇപ്പം കാണുന്നില്ല. ഔഷധ സസ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പെട്ടെന്നൊരാവശ്യം വരുമ്പോഴും ഒക്കെ നമുക്ക് പല തരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്ക് ഈ സസ്യങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെയാണ് ആരോഗ്യം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി. അമ്മ എത്രാം വയസ്സ് തൊട്ടിട്ടാണ് രാമായണം വായിക്കുന്നത്? എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 5-ാം ക്ലാസ് മുതൽ എന്റെ അച്ചാച്ചൻ 5-ാം ക്ലാസ് ഞാൻ രാമായണം ബുക്ക് ഞാൻ ഇപ്പൊ അടുത്താണ്, അതായത് ഈ ഒരു 10 കഴിഞ്ഞപ്പോഴാണ് ഞാൻ രാമായണമൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ തുടങ്ങിയത്. വായിക്കാനൊന്നും എനിക്കറിയില്ല. അമ്മ വായിക്കുമ്പോ ഞാൻ കൂടെ ഇരുന്നിട്ട് കേൾക്കാറുണ്ട്, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ 5-ാം ക്ലാസ്സിൽ നിന്നും ഞാൻ ഈ രാമായണം ഒന്നും മറിച്ച് നോക്കാറൊന്നും ഉണ്ടായിട്ടില്ല. അച്ചാച്ചനും അമ്മമ്മയൊക്കെയാണ് എനിക്ക് വായിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. അപ്പൊ അമ്മേന്റെ അച്ചാച്ചനും അമ്മമ്മയെല്ലാണ് അമ്മേനെ വായിക്കാൻ പഠിപ്പിച്ചത്. അമ്മ വായിക്കുമ്പോ ഞാൻ കൂടെ ഇരുന്നിട്ട് കേൾക്കാറുണ്ട്, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ഇത്രയും അമ്മ എല്ലാ മാസവും വായിക്കൂന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ ഒരു 4 വരി
കേട്ട് നോക്കാം അല്ലേ. പിന്നെ മൊത്തത്തിൽ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റൂല, എന്നാലും നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അമ്മ കുറച്ചൊരു 4 വരി ഒന്ന് ചൊല്ലി കൊടുക്കണം, കേൾക്കാം അല്ലെ. അപ്പൊ ബുക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധ്യാത്മ രാമായണം അമ്മ അതിന്റെ ആദ്യത്തെ ഭാഗം തന്നെയാന്ന് തോന്നുന്നു വായിക്കുന്നേ. ഇപ്പം ബാലകാണ്ഡാണ് അമ്മ വായിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അമ്മ ചൊല്ലിയത് ഇപ്പൊ എല്ലാരും കേട്ടല്ലോ. നമുക്ക് പിന്നെ കൊറേ വായിക്കാൻ വേണ്ടി പറ്റാത്തോണ്ട് അമ്മ ചൊല്ലുന്നുണ്ട് ഒരു 4 വരി. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോ അമ്മ ചൊല്ലിയതാണ്. അപ്പൊ രാമായണത്തിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? രാമായണം പറഞ്ഞാൽ തീരൂല. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ അമ്മ എനിക്ക് പറഞ്ഞു തന്ന്. അമ്മ കൂടാണ്ട് ഇവിടെ ഒരു അമ്മമ്മയും കൂടെ ഉണ്ട്. അപ്പൊ അമ്മമ്മ ചൊല്ലുന്നതും കൂടി ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അമ്മമ്മക്ക് ഒരുപാട് വയസ്സായി, കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ്. അപ്പൊ അത് വായിക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അമ്മമ്മ ഇവിടുന്ന് പിന്നെ ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മേന്റെ ആ ഒരു ഇതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതാണ് എന്റെ അമ്മമ്മ. അപ്പൊ അമ്മമ്മ രാമായണത്തിന്റെ ഒരു ആദ്യത്തെ ഒരു 4 വരി ചൊല്ലുന്നത് നമുക്ക് കേട്ട് നോക്കാം. അമ്മമ്മക്ക് പണ്ട് എല്ലാ വർഷവും ഈ കർക്കിടക മാസം വായിക്കോ രാമായണം? ഞാൻ വായിക്കലുണ്ട്. ഇപ്പൊ തീരെ അമ്മമ്മക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവായോണ്ട് ഇപ്പൊ വായിക്കാൻ പറഞ്ഞേ എന്റെ ബുക്ക് പട്ടിണിയാക്കണ മോളെ, എന്റെ ബുക്ക് വായിക്കണം പറഞ്ഞോണ്ട് ഞാൻ വായിക്കലുണ്ട്. അമ്മമ്മേന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മയോട് ഇപ്പൊ എല്ലാ കർക്കിടക മാസവും രാമായണം വായിക്കണമെന്ന്. അപ്പൊ അമ്മമ്മേനെ കൊണ്ട് നമുക്ക് 4 വരി ചൊല്ലിപ്പിക്കാം അല്ലെ. അപ്പൊ അമ്മമ്മ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഒരു 4 വരി ചൊല്ലുവോ? ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എന്നാലും എന്താ പറയാ വയസ്സൊക്കെ ആയിട്ടെങ്കിലും കറക്റ്റ് ആയിട്ട് അക്ഷരസ്ഫുടതയോടെ കൂടി തന്നെ അമ്മമ്മക്ക് ചൊല്ലാൻ വേണ്ടി പറ്റി. അപ്പൊ വളരെ താങ്ക്സ് ഉണ്ട് അമ്മമ്മ. നമ്മളെ വ്യൂവേഴ്സ് അമ്മമ്മന്റെ രാമായണം ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് കണ്ണിന് തീരെ കാഴ്ച പോരാ, അതുകൊണ്ട് മുഴുവനും വായിക്കാൻ പറ്റിയില്ല. എന്തോ എനക്ക് ആദ്യം പഠിച്ചതോ എനിക്ക് അതുകൊണ്ട് ഞാൻ വായിച്ചതാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ പഠിച്ചാലൊന്നും മറക്കില്ല, അവരെ ഓർമ്മയിൽ എപ്പോഴും അത് ഉണ്ടാവും. അപ്പൊ അതും കൂടി ഉള്ളത് കൊണ്ടാണ് അമ്മമ്മ എല്ലാം വായിച്ചത്. അല്ല എല്ലാവർക്കും അറിയാം നമ്മളെ ഒരു മാസം കൊണ്ടൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ രാമായണം ഒരു മാസം കൊണ്ട് ഇത് വായിച്ചു തീർക്കാൻ വരെ പറ്റില്ല എന്ന് അമ്മ പറയലുണ്ട്. അപ്പൊ ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയാ. എന്റെ അമ്മ വായിച്ചു തീർക്കുന്നത് ഇരുന്ന് വായിക്കും. ഉച്ചക്ക് കുളിയും കഴിഞ്ഞ് ഇരുന്ന് വായിച്ചു തീർക്കും. അത് രണ്ടാമത് തുടങ്ങി വായിക്കും. വായിച്ചു തീർക്കും രണ്ടാമത് ബുക്ക് തുടങ്ങി വായിക്കും. അത്രയും ഇന്ന് വായിക്കും എൻ്റെ അമ്മ ബുക്ക്. പുരാണം, രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം, നാരായണ്യം, ഇന്ന ബുക്ക് നല്ല കൈവന്ന് ആണ്ട് എൻ്റെ അമ്മയിരുന്ന് വായിക്കും. അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ വന്നിരിക്കും കഥകൾക്കായി. എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കഥകൾക്കായി പിറ്റേന്ന് വന്ന് ചാരിയില്ലേ നാല് വന്ന് കുത്തിരിക്കും. അന്നേരം അമ്മ പറയൂ പിറ്റേന്ന് പെണ്ണുങ്ങൾ ചോദിക്കും പിന്നെ എന്നാണ് അത് നടത്തിയ കഥ. എന്റെ തലയെ കയ്യാണ് ഇതിന്റെ തലയിൽ ചളിയാണ് അർച്ചന്. ഈ നേരെ എത്ര ഇന്നലെ ഞാൻ വായിച്ചത് കഥ പറഞ്ഞു എന്നിട്ട് എനിക്കത് ഓർമ്മയില്ലേ? ഇല്ല പറഞ്ഞ രണ്ടാമതും പറഞ്ഞോളൂ. ഈ സ്കൂളിലെ ടീച്ചർമാർ അത്രയും രണ്ടാമത് ഹൈസ്കൂളിലെ ടീച്ചർമാർ വരും. എൻ്റെ അമ്മേനോട് കഥ പറഞ്ഞു കൊടുക്കാൻ, കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ കിട്ടും. അതുകൊണ്ട് ചോദിക്കാൻ പറ്റും എൻ്റെ അമ്മേനോട്. മഹാവിഷ്ണുവിന്റെ പശുവിന്റെ പേരെന്താന്ന് ചോദിക്കും. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു സുരഭി പശു. മഹാവിഷ്ണുവിന്റെ പശുവിന്റെ പേര് സുരഭി പശു. അത് എൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കും. അവർക്ക് ടീച്ചർമാർക്ക് കിട്ടും. തന്നെ ഇത്രയും കഥ അറിയുന്ന എൻ്റെ അമ്മയാണ്. അത്രയും
അയാമ്മേന്റെ മോക്കൊന്നും കിട്ടുന്നില്ല വർദ്ധത്തെ കൊണ്ട്. അയാമ്മേന്റെ മോളല്ലേ, അയാമ്മേന്റെ മോളെ കളമൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഒരു ഭാഗം പോലും കിട്ടുന്നില്ല. ഇതിന് കിട്ടുന്നുണ്ടാ? അപ്പൊ ഓക്കെ, ഇതിന് പറയുന്നുണ്ടാ? മതി മതി, കട്ടാക്കില്ലല്ലോ. എന്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ടാറ്റ പറയാം അല്ലേ? അപ്പൊ അമ്മ ടാറ്റ പറയണേ. ടാറ്റാ. രാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ